ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യ ഹർജി പിൻവലിച്ചു. കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും ഇഡിക്ക് മുന്നിൽ ഹാജരായതിന് പിന്നാലെയാണ് നടപടി. ഇരുവരെയും ഇഡി ചോദ്യം ചെയ്യുകയാണ്. എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ശരൺ, വിശദാംശം എന്താണ്? ഒളിവിലായിരുന്ന സമയത്താണ് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിച്ചിരുന്നത്. നേരത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അതായത് ഇരുവരും അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നുള്ള പരാമർശമാണ് കോടതി നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇരുവരും ഇന്നലെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്തത്. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഈ എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ സമർപ്പിച്ചിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചിരിക്കുന്നത്. എന്താണ് കാരണമെന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടില്ല. എന്നാൽ പിൻവലിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ 8 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇഡി കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് കൂടിയാണ് കടന്നിരിക്കുന്നത്. അതായത് ഈ MLM സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ മാത്രം 1180 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്ത പണം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിന് പുറമെ തന്നെ മറ്റ് OTT പ്ലാറ്റ്ഫോം അടക്കമുള്ളതിലൂടെയും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കൂടിയാണ് ഈ കൂടുതൽ തെളിവ് ശേഖരണം, അതായത് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം ഈ പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മതിയെന്ന് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ളയെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പ്രതികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിലാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുക. നേരത്തെ ഈ OTT പ്ലാറ്റ്ഫോം സംബന്ധിച്ചുള്ള ഇടപാടുകൾ നടത്തിയിരുന്ന ആളാണ് വിജേഷ് പിള്ള. വിജേഷ് പിള്ളയുടെ ഒരു ഓൺലൈൻ OTT പ്ലാറ്റ്ഫോം ഈ പ്രതികൾക്ക് കൈമാറിയിരുന്നു. അങ്ങനെ 40 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ വെള്ളിയാഴ്ച വിജേഷ് പിള്ളയോട് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇന്ന് 10 മണിക്ക് ഹാജരാണെന്ന് ആവശ്യപ്പെട്ട് രണ്ടാമത്തെ നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഹാജരാകാത്ത സാഹചര്യത്തിൽ മൂന്നാമത്തെ നോട്ടീസിലേക്ക് കൂടി ഇഡി കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി.